കൃഷ്ണയും ഷെർഷാദും തമ്മിൽ കടുത്ത ശത്രുതയുണ്ടായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഫോൺ കോൾ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. രാജേഷ് കൃഷ്ണയെ ഷെർഷാദ് കൂടിക്കാഴ്ചയ്ക്ക് നിർബന്ധിക്കുന്നതാണ് സംഭാഷണത്തിലുള്ളത്. തനിക്ക് തെറ്റുപറ്റിയെന്നും ഒന്ന് കാണാൻ അവസരമൊരുക്കണമെന്നും ഷെർഷാദ് രാജേഷിനോട് നിരന്തരം പറയുകയാണ്. സംസാരിക്കാനുള്ളത് കുടുംബ പ്രശ്നമല്ല എന്നും ബിസിനസ് കാര്യങ്ങളാണെന്നും ഷെർഷാദ് രാജേഷിനോട് പറയുന്നുണ്ട്. ബിസിനസ് തകർക്കുമെന്ന് ഷെർഷാദ് പറഞ്ഞതായി രാജേഷും പറയുന്നു. സിനിമ ഇറങ്ങിയാൽ വർഗീയ കലാപം ഉണ്ടാക്കുമെന്ന് ഷെർഷാദ് പറയുന്ന ഓഡിയോ സംഭാഷണം തന്റെ കയ്യിലുണ്ടെന്ന് രാജേഷ് ഷെർഷാദിനോട് പറയുന്നതും ഈ സംഭാഷണത്തിലുണ്ട്. അത് കേൾക്കാം. നമ്മളത് കാണേണ്ട കാര്യമല്ല ഷെർഷാദ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. ഒരു ചാൻസ് പ്ലീസ്. അല്ല, നമ്മളതല്ല അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ? ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ല. കാണണമായിരുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അല്ല, നമ്മൾ ഒരിക്കൽ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? ഷെർഷാദ് ഇങ്ങനെ കാലിൽ പിടിച്ചു വന്നിട്ട് എന്നെ ബാംഗ്ലൂർ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? അതല്ലല്ലോ ഇന്നത്തെ സിറ്റുവേഷൻ. അല്ല, ഇന്നത്തെ ഞാനിപ്പോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ആളല്ല. ഞാൻ അന്നും ഇന്നും ഒരുപോലെയാണ്. ഞാൻ ഷെർഷാദിന്റെ വഴിയിൽ വന്നിട്ടില്ല. ഷെർഷാദ് എന്നെ ഹെൽപ്പ് ചെയ്യാവുന്നതിനെ മാക്സിമം ജോയിൻ ചെയ്തു. അതിനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അതൊന്നും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഓക്കെ, എന്തോ ഒരു ദൈവമോശം കൊണ്ട് എന്തോ സംഭവിച്ചു. ഓക്കെ, അതിപ്പം എല്ലാവരുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ കയറി വരും. അല്ല, എല്ലാവരുടെ ലൈഫിൽ വരും. പക്ഷെ എന്നെ വേട്ടയാടാൻ വേണ്ടി ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ലല്ലോ ഷെർഷാദ്. ഉണ്ടോ? അതെ രാജേഷ്, ഞാനിപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ.